ഈശോമിശിഹായ്ക്ക് സ്തുതിയായിട്ട്. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്താ അലക്സേ, ചക്ക വെട്ട് തുടങ്ങിയാ? ആ, ആദ്യം വെട്ടി ചക്കയാ, അത് പള്ളിക്ക് ഇരിക്കട്ടെ. അത് നന്നായി. വാ. അപ്പോഴേ ഇതെന്തിനാ പള്ളി കൊടുക്കുന്നേ? അതെ, വെഞ്ചിരിക്കാനാ. എൻ്റെ ഓർമ്മയിൽ ഫിലിപ്പോസ് ചേട്ടൻ മഴ നനയാണ്ടിരിക്കാൻ പോലും ഒന്ന് പള്ളിയുടെ അകത്തേക്ക് കയറിയിട്ടില്ല. കാര്യം പുള്ളിക്കാരന് കർത്താവിനെ വേണ്ടായിരുന്നെങ്കിലും വലിയ നന്മയും സ്നേഹവും ഒക്കെ ഉള്ള ആളായിരുന്നു. എന്നാ ചോടൊരു ഒച്ച. അത് ഫൈനൽ റിഹേഴ്സലാ മാർഗംകളിയുടെ. ആ, പെരുന്നാളിന് ഇത്തവണ ജോറാക്കണം. എന്നാ കാണാം. ചിന്ത തെളിഞ്ഞിത ചോഴനുമാവാനും തന്നോടെ മന്ദിരിമാരും തെരെ ഇക്കിനി വന്ദിച്ച യോഗമൊരുമ്പിട്ടു ദൈവം തരേണമിതിന്ന് തെരെ. ചിന്ത തെളിഞ്ഞിത ചോഴനുമാവാനും തന്നോടെ മന്ദിരിമാരും തെരെ ഇക്കിനി വന്ദിച്ച യോഗമൊരുമ്പിട്ടു ദൈവം തരേണമിതിന്ന് തെരെ. ചൊല്ലിയൊരുപ്പ് നടത്തിനു തൊമയരുൾ വഴി പോലെ തെരെ. ചൊല്ലിയൊരുപ്പ് നടത്തിനു തൊമയരുൾ വഴി പോലെ തെരെ. നീ എന്നതാടാ പോയി കാണിക്കുന്നത്? ചവിട്ട് നടക്കും. ഏയ്, ഇതല്ലേ കുച്ചിപ്പുടി. ഒന്ന് പോടാവേ, ഇതാണ് ഭരതനാട്യം. ഇത് ഭരതനാട്യം ഗിരതനാട്യം ഒന്നുമില്ല. പിന്നെ അല്ലേ? ഇതാണ് മാർഗംകളി. അങ്ങനെയാണെങ്കിൽ മാർഗം കളിക്ക് നമുക്ക് വേറെ പേരിടാം. ഇഷ്ടമില്ല? ഇത് മാർഗംകളിയൊന്നും അല്ല കേട്ടോ, ഇത് മരണക്കളിയാ. ആ വർക്കിച്ചനെയും ബെന്നിച്ചനെയും കണ്ടാ വെട്ടുപോത്തിനെ പോലെ ഇരിക്കും. അവന്മാരുടെ ഒരേ ഒരു പെങ്ങളാ. നീ അവന്മാരുടെ കൈ പെടാതെ നോക്കണം കേട്ടോ. സഖാവേ, എന്നതാ കൊച്ചിന്റെ പേര്? പേരറിഞ്ഞിട്ട് നിനക്ക് എന്തോണം പോടാണ്. നീ ആ കള്ളെടുത്ത് കുടിക്കും. കൊച്ചിന്റെ പേര് എന്തായിരിക്കും? ആനി എന്തേ എടുത്തേ കപ്പായ ആവണുന്നേ. ആനി ഇങ്ങ് വന്നേ. എടേ, നീ അങ്ങാടി പോകുമ്പോ ഇതും കൂടി കൊടുത്തേക്ക്. എനിക്കൊന്നും പറ്റില്ല. എനിക്ക് വായി നോക്കിയാ കണ്ടാ തന്നെ കലി വരും. നീ അവന്റെ വായി നോക്കണ്ടീ. പോയി ചായ. നാക്കിന്റെ പൈസ പോലും കിട്ടൂല. ഇത്രയല്ല കണ്ടോ, 5 ലിറ്ററിന്റെ കാശ 75 രൂപ. അങ്ങാടിയിലേ വേറെ കടകളില്ലാത്തന്റെ പൊളപ്പാ ഇവന്. നിനക്ക് ഒരു കാലത്തും ഗുണം പിടിക്കില്ല. ലിറ്ററിന് 1 രൂപ കുറവാ. നിങ്ങളിങ്ങനെ കാശ് കുറച്ച് ഞങ്ങൾ എന്താ ചെയ്യാ? നീ അതങ്ങോട്ട് കാച്ചി കുടിക്കടി, നിന്റെ ശരീരമൊക്കെ അങ്ങോട്ട് കൊടുക്കട്ടെ. ദേ, വായിക്കൊള്ളാത്ത വർത്താനം പറയല്ലേ. ഓ, അവളൊരു പുണ്യാളത്തെ വന്നേക്കണം. നീ എന്തിയോടി നീ ഇതെടുത്ത് നിന്റെ തലയെ കൂടി ഒഴിക്കും. ഒഴിക്കണോ? ഒന്ന് മാറിയിരിക്കണേ. ഒഴിക്കടി, ഒഴിക്ക്. ദിവസം മുഴുവൻ പറമ്പിലും പശുവിന്റെയും പിന്നാലെയൊക്കെ നടന്ന് ഇത് കൊണ്ടാക്കി കൊണ്ടുവരുമ്പോ കാശോ ഇല്ല. എന്നിട്ട് ഇവനൊക്കെ വായിലിരിക്കുന്ന കൂടെ കേൾക്കണം. നിങ്ങളൊക്കെ വലിയ കർഷക സംഘത്തിന്റെ നേതാവാണെന്നല്ലേ പറയുന്നത്. ഞങ്ങളെ പോലുള്ള പാവങ്ങൾ എങ്ങനെ ജീവിക്കുന്നു നിങ്ങൾക്കറിയോ? വലിയ സ്വഭാവമാണത്രേ. തിരിച്ചടങ്ങിയിട്ടുണ്ട്, നിവൃത്തിയാ മതി. പള്ളിമുറ്റത്തെ മാർഗം കളിക്കുന്ന പെൺകുട്ടികളുടെ കൂട്ടത്തിലാണ് ആനിയെ ഞാൻ ആദ്യമായി കാണുന്നത്. അതിനുശേഷം കർഷക സംഘം ഒരു തീരുമാനമെടുത്തു. വിളകൾ കർഷകരിൽ നിന്ന് നേരിട്ട് സംഭരിച്ച് അതിൻ്റെ വില നൽകുക.
ആനി 1300. ഡേ കാശ് മേടിച്ച് പോ. പട്ടാളം അതിനോട് അതിർത്തി തർക്കമൊന്നുമില്ലല്ലോ. ഈ ഇന്ത്യൻ പട്ടാളം എന്തിനാ കേരളത്തിൽ വരുന്നത്? സഖാവേ, ഇന്ത്യൻ പട്ടാളം പറ്റി പട്ടാളം പട്ടാളം അതിന് നമ്മുടെ ചൈനക്കാരൊന്നും അറിയാൻ പാടില്ല. അലക്സ്, അതെ. ഐ ആം വർഗീസ്, എഞ്ചിനീയർ റെജിമെന്റ് ഫ്രം മദ്രാസ്. പാലം കെട്ടാൻ വന്നതാ. ഇവിടെ ഇവിടെയല്ല, ആരക്കുഴയിലെ ബെയിലി പാലം. പേപ്പർ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഉരുളുവെട്ടലിന് ഒലിച്ചു പോയതാ. റൈറ്റ് റൈറ്റ്. എന്നാ ഇവിടെ പറഞ്ഞില്ലേ, പ്രപ്പോസലുമായിട്ട് വന്നതാ. ഞാൻ വിചാരിച്ചു യുദ്ധത്തിന് വന്നായിരിക്കും. കഴിയുമ്പോ യുദ്ധം തുടങ്ങിക്കോളൂ. എനിക്ക് മനസ്സിലായി, വാറപ്പനല്ലേ? അതെ. ഞാൻ അബ്ദുക്കയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടിരിക്കാം. ശരി, 2 മിനിറ്റ്. ഒട്ടും സമയമല്ല, നാളെ തന്നെ മടങ്ങണം. അതിനു മുമ്പ് ഒരു തീരുമാനം അറിഞ്ഞിട്ട് പോകാലോ എന്ന് കരുതി വന്നതാ. ഓഹോ, എനിക്ക് താങ്ക് യു. കത്രീനെ ഞാൻ കഴിഞ്ഞ കൊല്ലം കുറിഞ്ഞിപ്പുഴ പള്ളിയിലെ പെരുന്നാളിന് കണ്ടായിരുന്നു. എനിക്കിഷ്ടമായി. ഇനി കൊച്ചിനെന്നെ ഇഷ്ടമായാലും വിളിച്ചു പറഞ്ഞേച്ചാൽ മതി. അബ്ദുക്കയുടെ കയ്യിൽ എൻ്റെ നമ്പറുണ്ട്. കത്രീനേ, ഒരു 5-6 ചായ എടുക്ക. അയ്യോ, ചായ കുടിക്കാനൊന്നുള്ള സമയമില്ല. അങ്ങനെ പോയാലോ? പെണ്ണിന് ചെറുക്കനെ ഒന്ന് കാണണ്ടായോ? ദാണ്ടേ, നല്ല വിളവാ, വിലയുണ്ട്. ഇത്തവണ നിന്നെ കെട്ടിക്കാനുള്ള കാശ് തന്നെ അതിൽ നിന്നുണ്ടാകും. ഞാൻ കെട്ടത്തൊന്നുമില്ല. എനിക്കെന്നെ ഇച്ചായൻ്റെ കൂടെ തന്നെ നിന്നേച്ചാൽ മതി. പിന്നെ നീ എന്നെ കെട്ടാമങ്കയായിട്ട് നിൽക്കാൻ പോണോ? മുക്കിപ്പല്ല വരുന്നവരെ. എന്നാ അത് ഇച്ചായം കെട്ട്, എന്നിട്ടാട്ടെ. പിന്നെ പാർട്ടിയും കൂടിയൊക്കെ നടക്കുന്നത് എനിക്കറിയ വേണ്ടവരാണ്. ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ. കള്ളച്ചിരി. ആനിക്കുട്ടിയുടെ കാര്യമൊക്കെ എനിക്ക് അറിയാം കേട്ടോ. ഏതാ ആനിക്കുട്ടി? ഓ, ഇപ്പൊ ആനിക്കുട്ടി അറിയത്തില്ല. കളിയും ചിരിയൊക്കെ ഞാൻ കാണുന്നതല്ലേ. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ ഇച്ചായ വെച്ച് താമസിപ്പിക്കുന്നത്? ചെന്ന് കെട്ടിക്കൊണ്ട് വന്നേ. അതിനവൻ ആങ്ങളമാര് സമ്മതിക്കണ്ടേടി. അവരുടെ പുന്നാര പെങ്ങളാ. ആനിക്കുട്ടി ഒരു വാക്ക് പറഞ്ഞ പിറ്റേന്ന് തന്നെ കെട്ടിച്ചു തരും. അതൊന്നും വേണ്ട, ഇനി നിന്റെ കാര്യം കഴിഞ്ഞിട്ട് മതി അച്ഛൻ്റെ കാര്യം. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. നാളെ തന്നെ വർക്കിച്ചായനെ ചെന്ന് കണ്ട് കാര്യങ്ങൾ പറഞ്ഞോണം. എന്നിട്ട് ഇങ്ങോട്ട് വന്നേച്ചാ മതി.